പ്രവിത, അപ്പം ഈ 3-ാം ദിവസത്തിലേക്ക് ഇത് കടക്കുമ്പോൾ എന്താ തോന്നുന്നത്? 3-ാം ദിവസത്തേക്ക് കിടക്കുമ്പോൾ എന്താ നല്ല വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ എല്ലാ കുട്ടികളൊക്കെ എന്താ അവർക്കൊക്കെ എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിപ്പം എല്ലാ സ്റ്റേജിലും എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മുൻപ് മത്സരങ്ങൾ നടക്കുമ്പോൾ അത്രയധികം കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ കുട്ടികൾക്കും അതിന് കൃത്യമായിട്ട് അവർ പങ്കെടുക്കുന്ന ഐറ്റത്തെക്കുറിച്ച് തന്നെ ധാരണയുണ്ടെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പം വേദി 1-ൽ തിരുവാതിരകളി മത്സരം പുരോഗമിക്കുന്നുണ്ട്. അതിന് മുൻപ് നടന്നിരുന്ന കുച്ചിപ്പുടിയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ. മറ്റ് വേദികളിൽ ജനപ്രിയ ഇനങ്ങളായ മോണോ ആക്ട് ഉണ്ട്, മിമിക്രി ഉണ്ട്, നാടകമുണ്ട്, ചവിട്ട് നാടകമാണ്, ബാൻഡ് മേളം ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് കലാപൂരം അതിങ്ങനെ അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. അപ്പം ഇതിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് TTS-ൽ നിന്ന് ഒരു പെർഫോമൻസ് കണ്ടാലോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഗോകുൽ രവി ചേരും TTS-ൽ നിന്ന്. താങ്ക് യു ഷഹദാൻ. പ്രവിത, ഏതായാലും നിങ്ങൾ അങ്ങനെ അടിച്ചു പൊളിക്കും. കലോത്സവ നഗരിയുടെ ആ വൈബിൽ അങ്ങനെ നിറഞ്ഞാറാടി നിൽക്കും. അപ്പോൾ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായി, തിരുവനന്തപുരത്ത് നിന്ന് പോയി കലോത്സവം കാണാൻ കഴിയാത്ത പ്രേക്ഷകർക്കായി നമ്മൾ ചില കലാപ്രതിഭകളെ, മികച്ച താരങ്ങളെ നമ്മളുടെ TTS സ്റ്റുഡിയോയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് നേരെ കൊച്ചിയിലെ കാക്കനാടുള്ള ഈ TTS സ്റ്റുഡിയോയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരിയാണ് ഇനി എത്താൻ പോകുന്നത്. കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്ത ശേഷം എത്തുകയാണ് പ്രഭീഷ്ണ വരുന്നത് SVHSS പാലയമാട് മലപ്പുറത്ത് നിന്നാണ്. വെൽക്കം പ്രഭീഷ്ണ. താങ്ക് യു. പ്രഭീഷ്ണ, ഒരുപാട് വർഷമായോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 3.5 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1. +1. അപ്പൊ ഇനി ഒരു വർഷം കൂടി ഉണ്ട് സ്കൂൾ കലോത്സവത്തിൽ, അല്ലേ? അതെ അതെ. ഇത്തവണ കുച്ചിപ്പുടി മാത്രമാണോ പങ്കെടുത്തത്? സ്റ്റേറ്റിൽ വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിരുന്നോ? ഇല്ലല്ല, ഇത്തവണ കുച്ചിപ്പുടി മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ റിസൾട്ട് വന്നിട്ടുണ്ടോ? റിസൾട്ട് ഇപ്പൊ വന്നു. A ഗ്രേഡ് ഉണ്ട്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അപ്പം നമുക്ക് നേരെ ആ A ഗ്രേഡ് കിട്ടിയ പെർഫോമൻസിലേക്ക് പോയാലോ? തുടങ്ങാം. പോവാം. വികരാലേ മഹാകാലി കാലികേ പാപഹാരിണി പാശഹസ്തേ ദണ്ഡഹസ്തേ ഈമരൂപേ ഭയാനകേ ചാമുണ്ഡേ ജ്വാലാമാനസ്യേ തീക്ഷ്ണദംഷ്ട്രേ മഹാബലേ വികരാലമുഖീ ജ്വാലാമുഖീ ദേവി നമോസ്തുതേ 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 ദേവി. Din da din da ta ta di ta ding din ta dum ta 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 di ta ding din ta dum ta ta di ta ding din ta ta di ta ding din ta ta di ta ding din ta ta ding din ta सारसमुखी सकल भाग्यदे सारसमुखी सकल भाग्यदे श्री चामुण्डेश्वरी
चामुण्डेश्वरी सारसमुखी सकल भाग्य दे श्री चामुण्डेश्वरी सारसमुखी सकल भाग्य दे श्री चामुण्डेश्वरी सारसमुखी सकल भाग्य दे मारजनक सोदरी मारजनक सोदरी मारजनक सोदरी मारजनक सोदरी मारजनक सोदरी महिषासुरमर्दिनी महिषासुरमर्दिनी महिषासुर പ്രൊഫഷൻ ഏതായാലും അടിപൊളിയായി ഗംഭീരമായി പെർഫോം ചെയ്തു. ആ തുടക്കം മുതൽ ഇങ്ങനെ രൗദ്രഭാവം ഒക്കെ തുടങ്ങി പതിഞ്ഞ മൂവ്മെന്റ്സിൽ നിന്ന് പിന്നീട് വന്നപ്പോൾ ചടുലമായ ഡാൻസിലേക്ക്. ചാമുണ്ടേശ്വരി സ്തുതിയാണെന്ന് തോന്നുന്നു അല്ലേ? ആ അതെ അതെ. ഓക്കെ, ആരാണ് ഗുരു? കലാമണ്ഡലം സുപ്രിയ മിസ്സും ടീച്ചറിന്റെ മകള് ഹരിനന്ദി. ഓക്കെ, അപ്പോ ഈ ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ താല്പര്യമുള്ള ആളാണോ അതോ? പ്രൊഫഷണലാക്കാൻ തന്നെ താല്പര്യം. കാരണം +2 കഴിഞ്ഞിട്ട് ഡാൻസിന്റെ ഫീൽഡിലേക്ക് പോകണം എന്നാണ്. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ നമ്മുടെ കലോത്സവ വേദികളിൽ നിന്ന് ഇനിയൊരു മറ്റൊരു കലാകാരിയെ ഭാവിയിലും വേദികളിൽ കാണട്ടെ. അപ്പോൾ അങ്ങനെ മികച്ചൊരു ഡാൻസ് പ്രൊഫഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും 24 പ്രേക്ഷകർക്ക് ഒരു ദൃശ്യം വരുന്നതായിരുന്നു പ്രൊവിഷ്ണയുടെ പെർഫോമൻസ് എന്ന് മനസ്സിലാക്കുന്നു. HSS വിഭാഗത്തിൽ മത്സരിച്ച പ്രൊവിഷ്ണ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. SVHSS പാലയമാട് മലപ്പുറത്തു നിന്നുള്ള കലാകാരിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ TTS സാങ്കേതിക വിദ്യയിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് എത്തി ഈ പെർഫോമൻസ് അവതരിപ്പിച്ചത്.